കഴിഞ്ഞ 3 എപ്പിസോഡിലൂടെ നമ്മൾ കണ്ടത് ദൈവകരുണയുടെ ആഴങ്ങളിലേക്ക്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ദൈവകരുണയുടെ പ്രാർത്ഥന, 3 മണി പ്രാർത്ഥന, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു. ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത് ദൈവകരുണയുടെ ആ പ്രത്യേക ദിവസത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ്. ദണ്ഡവിമോചനം എങ്ങനെ ദൈവകരുണയിലൂടെ സാധ്യമാകാം എന്നതിനെക്കുറിച്ചാണ്. ദൈവകരുണയുടെ ഛായാചിത്രത്തിൻ്റെ വണക്കത്തെക്കുറിച്ചാണ്. ഈ 3 കാര്യങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയുവാൻ ഷെക്കേനയുടെ എല്ലാ പ്രേക്ഷകരെയും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, കഴിഞ്ഞ 3 എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ദൈവകരുണയുടെ ആഴങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ 3 മണി പ്രാർത്ഥന, അതുപോലെയുള്ള നൊവേനകൾ, ദൈവകരുണയുടെ നൊവേന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു എപ്പിസോഡിൽ പ്രേക്ഷകർക്ക് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്നത് ദൈവകരുണയുടെ തിരുനാളിനെ കുറിച്ചാണ്. ആ ദിവസത്തിന് എന്ത് പ്രത്യേകതയാണ് ഉള്ളത്, മാത്രമല്ല എങ്ങനെയാണ് ദണ്ഡവിമോചനം സാധ്യമാക്കുന്നത്, മാത്രമല്ല ഈ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ, ദൈവകരുണയുടെ ഈ ഒരു ആഴ്ച, പ്രത്യേകിച്ച് 9 ദിവസങ്ങൾ ഈ നൊവേന ചൊല്ലിയാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ദൈവകരുണയുടെ ഛായാചിത്രം, ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് കൂടുതൽ അറിയാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാം. ശരിക്കും നമ്മൾ ദൈവകരുണയുടെ വിവിധ വഴികൾ കണ്ടു. അതിനകത്ത് തന്നെ ദൈവകരുണയുടെ കൃപകൾ ഏറ്റവും അധികം ചൊരിയപ്പെടുന്ന ഒരു ദിവസം ദൈവകരുണയുടെ തിരുനാളാണ്. ശരിക്കും ദൈവം നമുക്ക് ഓരോ ദിവസവും ദൈവകരുണയെ, ഈശോയെ ഓർക്കാൻ 3 മണി സമയം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ വർഷത്തിലും സഭയുടെ കൂദാശകളോട് ചേർന്ന് ഈ ദൈവകരുണ ദൈവജനത്തെ അനുഭവിക്കാൻ വേണ്ടി ദൈവകരുണയുടെ തിരുനാൾ നമുക്ക് തന്നിരിക്കുകയാണ്. ശരിക്കും ദൈവകരുണയുടെ തിരുനാളിനെ പറ്റി പറയുമ്പം, ദൈവകരുണയുടെ ഛായാചിത്രത്തെപ്പറ്റി, അതിലൂടെ ഒഴുകി വരുന്ന കാരണം ദൈവകരുണയുടെ ഉറവിടമായിട്ട്, അല്ലെ ആ വലിയ സമുദ്രം അല്ലെങ്കിൽ വലിയ ഒരു പാത്രമായിട്ട് ഈശോ നമുക്ക് തന്നിരിക്കുന്ന ദൈവകരുണ ഛായാചിത്രമാണ്. ഈശോ എപ്പോഴും പറഞ്ഞു, ഈ ദൈവകരുണയുടെ തിരുനാൾ ദിവസം ഈ ഛായാചിത്രം വണങ്ങണം, ഇത് സാധിക്കുന്നവർ വെഞ്ചരിച്ച് കൂടുതൽ പള്ളികളിൽ ഇത് സ്ഥാപിക്കണം, പ്രദർശിപ്പിക്കണം എന്നൊക്കെ ഈശോ ഫൗസ്റ്റീനയോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ ഛായാചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത, അത് 2 ഈശോ, ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി ഉയർപ്പിക്കപ്പെട്ട ഈശോയാണ്. ആ ഹൃദയത്തിൽ നിന്ന് 2 രശ്മികൾ, ചുമന്നതും ഇളം മങ്ങിയതുമായ, ഈ മങ്ങിയതിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. അത് രക്തം നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് റെഡ് ആയിട്ട് മാറും. കുറച്ച് കഴിയുമ്പോൾ ക്ലോട്ട് ചെയ്തിട്ട് ഒരു ഭാഗം റെഡും ഒരു ഭാഗം മങ്ങിയതും. ഈ മങ്ങിയതെന്ന് പറഞ്ഞാൽ പ്ലാസ്മ. അപ്പോൾ അതിന് എത്രമാത്രം ഇനി അതൊത്തിരി അത്ഭുതപ്പെടുത്തി. കാരണം വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ വെള്ളമല്ല, ജലമല്ല, പ്ലാസ്മയാണ് വരുന്നത്. രക്തം 1 മണിക്കൂർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ക്ലോട്ട് ചെയ്തിട്ട് RBC എല്ലാം കൂടെ ക്ലോട്ട് ചെയ്യും, പിന്നെ ബാക്കിയുള്ളത് പ്ലാസ്മയാണ്. അപ്പം ശരിക്കും ഈശോയുടെ ഹൃദയത്തിൽ ഈ പീഡയെല്ലാം സഹിച്ച് രക്തം കട്ട പിടിച്ച് മരിച്ചു കഴിയുമ്പം ആ രക്തമാണ് ലോഞ്ചിനസ് കുന്തം കൊണ്ട് കുത്തി ഇപ്പം പുറത്ത് വന്നത് രക്തവും ജലവുമാണ്. ആ ജലം എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈശോ പറയുന്നത്, ആ ഈശോയുടെ ഛായാചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചുമന്ന രശ്മികളുടെ രക്തവും മങ്ങിയ രശ്മികൾ ജലവും എന്നാണ് പറയുന്നത്. അത് ചുവന്ന രശ്മികൾ ആത്മാക്കളെ എൻ്റെ ജീവനാണെന്നാണ് പറയുന്നത്. ജീവൻ എന്ന് പറയുമ്പം അതിന് രക്ഷ നൽകുന്നു, രക്ഷിക്കപ്പെടുന്ന കൃപകളാണ്. അതിനെ അങ്ങനെ കാണാം. ജീവൻ എന്ന് പറയുമ്പം രക്ഷിക്കപ്പെടുന്ന കൃപകൾ. അതുപോലെ തന്നെ നീതീകരിക്കും. മങ്ങിയ രശ്മികൾ ആത്മാക്കളെ നീതീകരിക്കും എന്ന് പറയുന്നത്. നീതീകരണത്തെപ്പറ്റി കത്തോലിക്ക വേദോപദേശം 20:19 പറയുന്ന ഇങ്ങനെയാണ്: ആത്മാക്കളുടെ പാപമോചനവും വിശുദ്ധീകരണവും ആന്തരിക മനുഷ്യൻ്റെ നവീകരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചിത്രം വണങ്ങുന്ന ആത്മാവിന് കിട്ടുന്ന കൃപകളെന്ന് പറയുന്നത് രക്ഷണീയ കൃപകൾ ഈ ചുവന്ന രശ്മിയിലൂടെ കിട്ടുന്നു, അതിനെ പ്രതിനിധീകരിക്കുന്നു. 2 മങ്ങിയ രശ്മിയിലൂടെ ആത്മാക്കളെ നീതീകരിക്കുന്നു, അതായത് വിശുദ്ധീകരിച്ച് മഹത്വീകരിക്കുന്നു. ആന്തരിക മനുഷ്യൻ്റെ നവീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ പഴയ മനുഷ്യനെ, പഴയ ആദത്തെ, പാപം ചെയ്യാത്ത ആദത്തെ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. അതിനെപ്പറ്റി എഫെസസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. നവീകരിക്കപ്പെട്ട മനുഷ്യന്, അത് നഷ്ടപ്പെട്ടു പോയ ഉത്ഭവ വിശുദ്ധിയും ഉത്ഭവ നീതിയും കിട്ടുന്നതിനെ പറ്റിയാണ് എഫെസസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. അപ്പം നോക്കിയോ, എത്രമാത്രം അത്ഭുതകരമായ കൃപകളാണ് ഈ ഛായാചിത്രം വണങ്ങുന്ന ആത്മാവിന്. അതായത് ഈശോയുടെ മനുഷ്യാവതാര പദ്ധതിയുടെ പൂർണ്ണതയായിട്ടുള്ള എല്ലാ കൃപകളും ഈ ഒരു ഛായാചിത്രത്തിലൂടെ നമുക്ക് കിട്ടുകയും
പക്ഷെ അതിന് ശരണപ്പെടണം. ആത്മാവിൽ ഈ ഛായാചിത്രത്തെ വണങ്ങി അത്. ഇനി തിരുനാളിലുള്ള വാഗ്ദാനം നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ഒരു വെളിപ്പെടുത്തൽ. അത് ഡയറി 699 ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് സഭയിലെ വലിയൊരു ആത്മീയ മഹാവിരുന്ന. എല്ലാ തിരുനാളുകളും, പ്രത്യേകിച്ച് ഈശോയുടെ തിരുനാളുകൾ സഭയിലെ ആത്മീയ വിരുന്നുകളാണ്. ഈ വിരുന്നുകളിൽ തന്നെ ഇത്രമാത്രം കൃപകൾ ശരിക്കും ഇതിന് നൽകിയിരിക്കുന്ന പോലെ മറ്റ് തിരുനാളുകൾക്ക് ഈശോ വാഗ്ദാനം നൽകിയിട്ടില്ലെന്നാണ്. തിരുനാളിന് ഏറ്റക്കുറച്ചിലല്ല ഞാൻ പറഞ്ഞത്, കൂടുതൽ വാഗ്ദാനങ്ങൾ ഈ തിരുനാൾ. ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു മാനുഷിക ചിന്തയിൽ ചിന്തിക്കുകയാണെങ്കിൽ മിക്ക ലോകത്ത് നമ്മൾ കത്തോലിക്ക സഭയിൽ കൊണ്ടാടുന്ന മിക്ക തിരുനാളുകളും മനുഷ്യർ സ്ഥാപിച്ച തിരുനാളുകളാണ്. പക്ഷേ ദൈവം കൊണ്ടാടുവാൻ ആഗ്രഹിച്ച ഒരു തിരുനാളല്ലേ? കാലഘട്ടത്തിൽ ഒരു പുതിയ തിരുനാൾ ഈശോ ഇങ്ങനെ ആഘോഷിക്കണമെന്ന് പറയുന്നത് ഇതായിരിക്കും, ഈ തിരുനാളായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈശോ പറയാണ്, രക്ഷ പ്രാപിക്കാനുള്ള അവസാന പ്രതീക്ഷയായി ദൈവകരുണയുടെ തിരുനാൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ കരുണയെ ആരാധിക്കുന്നില്ലെങ്കിൽ നിത്യമായി അവർ നശിച്ചു പോകും. അത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ദൈവകരുണയെ എന്ന ഈശോയെ ദൈവകരുണ ഒരു വ്യക്തി ആയതുകൊണ്ട് ആരാധിക്കാൻ പറ്റും. അതാണ് ഒരു കൺഫ്യൂഷൻ പലപ്പോഴും വരുന്നത്. കരുണ എങ്ങനെയാണ് ആരാധിക്കുന്നത്? ദൈവകരുണ ഒരു വ്യക്തി. അതാ ഞാൻ പറഞ്ഞത്, വ്യക്തിയും ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്ന വ്യക്തിയും സത്യമായിട്ടാണ്. അപ്പം ഈശോ ദൈവകരുണ കരുണയെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവകരുണ ഈശോയെ ആരാധിക്കുക, അതായത് ഉയർപ്പിക്കപ്പെട്ട മഹത്വീകരിക്കപ്പെട്ട ഈശോയെ ആരാധിക്കണം എന്നാണ്. കാരണം വെച്ചാൽ അതിലൂടെയാണ് നമുക്കൊരു പൂർണ്ണതയിലോട്ട് കടന്നു വരാൻ സാധിക്കുന്നത്. എന്നിട്ട് പറയുക, എല്ലാ ആത്മാക്കൾക്കും പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡയറി 699 ഇതെല്ലാം പറഞ്ഞിരിക്കുന്നു. ഇനി തിരുനാളിൽ ശരിക്കും തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ നമ്മളെ അമ്പരപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ. ആദ്യത്തെ വാഗ്ദാനം ഇങ്ങനെയാണ്, അന്നേ ദിവസം ദൈവിക വരപ്രസാദം ഒഴുകുന്ന എല്ലാ പ്രളയച്ചാലുകളും ഞാൻ തുറന്നു വിടുന്നു. ഓൾ ഫ്ലഡ് ഗേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടുക്കി ചെറുതോണി ഡാമിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ശരിക്കും വലിയ ഷട്ടറുകൾ കാണാം. ഈ മുറിയുടെ അത്രയും ഭയങ്കര ഷട്ടറുകൾ. അപ്പോൾ അതിൻ്റെ അത് ആ ഷട്ടർ 1 മില്ലിമീറ്റർ ഉയർത്തിയാൽ അത് വലിയ മോട്ടോർ വെച്ചാണ് ഉയർത്തുന്നത്. ശരിക്കും ലക്ഷക്കണക്കിന് ഗാലൻ വെള്ളമാണ് ഒറ്റ നിമിഷം കൊണ്ട് പോകുന്നത്. അപ്പം ഈശോ പറയുന്നത് അതുപോലെ ഒരു ഫ്ലഡ് ഗേറ്റാണ് അന്ന് തുറക്കാൻ പോകുന്നത്, ആ തിരുനാൾ ദിവസം. അത് ശരിക്കും പറഞ്ഞാൽ ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. തിരുനാൾ ദിവസത്തിന് ദൈവം തരുന്ന ഒരു പരിധിയില്ലാത്തൊരു വാഗ്ദാനമാണ് ആ തിരുനാൾ. ഓൾ ഫ്ലഡ് ഗേറ്റ്സ് ആർ ഓപ്പൺ അപ്പ് എന്ന് പറയുന്നത്. ഇനി അന്നത്തെ ദിവസം എൻ്റെ കരുണയുടെ ഉത്ഭവത്തെ, ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഒരു കരുണയുടെ വൻകടൽ തന്നെ, പ്രസാദപരത്തിൻ്റെ വൻകടൽ തന്നെ ഒഴുക്കുന്ന ഈശോ വാഗ്ദാനം, രണ്ടാമത്തെ വാഗ്ദാനം. അതായത് കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഒരു വരപ്രസാദത്തിൻ്റെ വൻകടൽ ഞാൻ ഒഴുക്കും. കരുണയുടെ ഉറവിടം എന്ന് പറയുന്നത് കരുണയുടെ ഛായാചിത്രമായിട്ടാണ് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഛായാചിത്രത്തെ വണങ്ങുന്ന ആത്മാവിന് ഒരു പ്രസാദപരത്തിൻ്റെ വൻകടൽ, നമുക്ക് ചിന്തിക്കാവുന്ന ചെറിയ കടലല്ല, ചെറിയ നദിയല്ല, ചെറിയ കായലല്ല, വൻകടലാണ് ഒഴുക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ഒരു പ്രസാദപര അവസ്ഥയാണ് അവിടെ നമുക്ക്. അപ്പോൾ ഈശോ ഡയറി 327 പറയുന്നത്, ദൈവകരുണയുടെ ഉറവിടത്തിൽ നിന്ന് കൃപകൾ സ്വീകരിക്കാൻ സമീപിക്കേണ്ട പാത്രമാണ് ഞാൻ മനുഷ്യർക്ക് നൽകുന്നത്. ആ പാത്രം ഈശോയെ ഞാനങ്ങളിൽ ശരണപ്പെടുന്നു എന്ന കയ്യൊപ്പോടുകൂടിയ ചിത്രമാണ് ഡയറി 327. അപ്പം അതാ ഞാൻ പറഞ്ഞത്, കരുണയുടെ ഉറവിടമെന്ന് ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമാണ്. അത് ആലേഖനം ചെയ്തിരിക്കുന്ന ഈശോയുടെ ഛായാചിത്രം. അത് വൈദികൻ വെഞ്ചരിച്ച് കഴിയുമ്പോഴാണ് അതിന് ദൈവം പറഞ്ഞിരിക്കുന്ന ഈ മഹത്വം ഉണ്ടാകുന്നത്. പിന്നെ അത് ആ പാത്രത്തിൽ നിന്ന് കോരിയെടുക്കാനുള്ള കോരുപാത്രമാണ് ശരണമെന്ന കോരുപാത്രം. ഇനി വീണ്ടും ഈശോ പറയാണ്, അന്നേ ദിവസം കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളപ്പെടുന്ന ആത്മാക്കൾക്ക് സർവ്വ ആത്മാക്കൾ പരിപൂർണ്ണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. അതായത് ഈ കടങ്ങളുടെ പൊറുതി എന്ന് പറഞ്ഞാൽ ജനനം മുതൽ എന്ന് വരെ ചെയ്ത എല്ലാ പാപങ്ങളും കിട്ടും. അത് കുമ്പസാരത്തിൽ അത് കിട്ടുന്നില്ല. അതായത് ടെമ്പറൽ പണിഷ്മെന്റ് എന്നുള്ള മോചനം. അതാ പറഞ്ഞത്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പം മരിച്ചാലും സ്വർഗ്ഗത്തിൽ പോകും. ശരിക്കും പറഞ്ഞാൽ ശരിക്കും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ അതൊരു മനസ്സിലാക്കാൻ പറ്റാത്ത അതിനെപ്പറ്റി ശരിക്കും ഈ സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ ഡയറി വിശദമായിട്ട് പഠിച്ചത് ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഇതിനെപ്പറ്റി പറഞ്ഞത് ഈ തിരുനാളിനെ ഒരു മാമോദീസായ്ക്ക് തുല്യമായ ഒരു കൃപാവസ്ഥയായിട്ട് കണക്കാക്കാം എന്നാണ് പറഞ്ഞത്. മാമോദീസായ്ക്ക് കിട്ടുന്ന അതേ കൃപകൾ
ഈ തിരുനാളിൽ ഈ തിരുനാളിൽ നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ ഈ ഫൗസ്റ്റീനയുടെ ഡയറി അതിൽ കുറച്ച് ഭാഗം ഞാൻ വായിച്ചപ്പോൾ ഒരു പ്രത്യേക ഒരു ഇൻസിഡൻറ്റ് എടുത്ത് വിശുദ്ധ ഫൗസ്റ്റീന പറയുകയുണ്ടായി. അത് ഞാൻ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഫൗസ്റ്റീനയുടെ കൂടെ ഉണ്ടായിരുന്നൊരു സന്യാസിനി ഇതുപോലെ വിശുദ്ധ കുർബാനയും ഇതുപോലെയുള്ള പ്രാർത്ഥനകളെല്ലാം ചൊല്ലി പൂർണ്ണമായിട്ട് ഈ ദണ്ഡവിമോചനത്തിൻ്റെ എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്ത് മരിച്ചപ്പോൾ നേരെ സ്വർഗത്തിൽ പോയി കണ്ടതായിട്ട് ഫൗസ്റ്റീന രേഖപ്പെടുത്തിയിട്ട് അങ്ങനൊരു ഇതിന് പറഞ്ഞിട്ടില്ലേ? അത് സത്യം. ശരിക്കും ദൈവം ശരിക്കും നടക്കേലാത്തൊരു വാഗ്ദാനം നൽകുകയല്ലോ. തീർച്ചയായിട്ടും. അവിടെയാണ് നമ്മൾ പ്രത്യാശയുള്ള വിശ്വാസം വേണ്ടത്. ഈ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പ്രത്യാശയില്ലാത്ത വിശ്വാസം. അപ്പം നമ്മൾക്ക് ഈ വാഗ്ദാനം പ്രത്യാശയില്ലാത്ത വിശ്വാസം അത് എന്താ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഛായാചിത്രം വണങ്ങുന്ന ആത്മാവിന് ഇന്ന കൃപകൾ ദൈവം തരുമെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിച്ച് പ്രത്യാശിച്ചാലേ എനിക്ക് ആ കൃപകൾ കിട്ടുള്ളൂ. വിശ്വസിച്ചാൽ മാത്രം പോലെ പ്രത്യാശയാണ്. പക്ഷെ അത് ഇന്റർ കണക്റ്റഡാണ്. വിശ്വാസമുള്ളവർക്കേ പ്രത്യാശ ഉണ്ടാവുള്ളൂ. പ്രത്യാശയും വിശ്വാസമുള്ളവർക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ ഇക്വേഷൻ വ്യത്യാസമാണ്. മനസ്സിലായി. ഓക്കെ, ഫൈൻ. നിത്യതയുടെ ഇക്വേഷൻ അല്ല, മാനുഷ്യ ഇക്വേഷൻ അല്ല. മാനുഷ്യ ഇക്വേഷൻ്റെ സ്നേഹം എന്ന് പറയുന്നത് വേറെ തരത്തിലാണ്. സ്നേഹം കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. ആദ്യം കാണുന്നു, ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, പിന്നെ വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഇത് നേരെ തിരിച്ച് വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു, സ്നേഹിക്കുന്നു. ഓക്കെ. അത് ശരിക്കും റോമാക്കാകൃതി ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മൾ നന്നായിട്ട് നല്ല കുമ്പസാരം നടത്തി ഈ കുർബാന സ്വീകരിച്ചാൽ അങ്ങ് പരിപൂർണ്ണ പാപമോചനവും പാപകടങ്ങളുടെ പുറതിയും ലഭിക്കുന്നതാണ് ഈശോ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ദൈവങ്ങളുടെ തിരുനാൾ എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് ഏറ്റവും വലിയ അഭയവും സംരക്ഷണമായി തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കഠിന പാപി മാനസാന്തരപ്പെട്ട് നല്ല കുമ്പസാരം നടത്തി ആ ദിവസം ഈ ഛായാചിത്രത്തെ വണങ്ങി, അപ്പോൾ അവന് കിട്ടുന്ന ആ ദിവസത്തിൻ്റെ പേരിൽ എല്ലാ പ്രളയച്ചാലും തുറക്കപ്പെടും. ആ ദിവസത്തിൻ്റെ ഛായാചിത്രം വണങ്ങുമ്പോൾ അവന് പ്രസാദപരത്തിൻ്റെ വൻകടൽ ഒഴുക്കപ്പെടും. അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം അവന് പൂർണ്ണ പാപമോചനവും ദണ്ഡവിമോചനവും തീർന്നില്ല. ഇനി അന്നത്തെ ദിവസം തിരുസഭ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം നൽകിയിട്ടുണ്ട്. നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം നൽകണമെന്നുണ്ടെങ്കിൽ അതും ശരിക്കും ഞാൻ അതിനെപ്പറ്റി വായിച്ചപ്പം നമ്മളോട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈശോയുടെ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടണമെങ്കിൽ ദൈവകരുണയുടെ തിരുനാൾ സാധിക്കുമെങ്കിൽ പങ്കുകൊള്ളുക, സാധിക്കുന്നത് എന്നിട്ട് മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ഒരു സ്വർഗ്ഗസ്നായ പിതാവേ എന്നാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് സഭയുടെ ഭണ്ഡാകാരത്തിൽ നിന്നാണ് ഇത് കിട്ടുന്നത് നമുക്ക്. അപ്പോൾ സഭയൊരു താക്കോൽ തന്നിരിക്കുന്നതാണ് ഈ മാർപ്പാപ്പയ്ക്കിട്ട്. അതെന്നാലേ നമുക്ക് തുറന്നെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ആ താക്കോൽ സഭ തന്നിരിക്കുന്ന ഒരു നമുക്ക് തന്നിരിക്കുന്ന ഇത് തുറന്നെടുക്കാനുള്ളൊരു താക്കോലായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. ഈ മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നായി കൃപ കിട്ടുന്നത്. അതും നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ് പൂർണ്ണ ദണ്ഡവിമോചനം. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഒരു തരത്തിലും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ദൈവകരുണയുടെ തിരുനാൾ നടത്തപ്പെടുന്നില്ലെങ്കിലും ഈശോയുടെ ഒരു ഛായാചിത്രത്തെ വണങ്ങി പ്രാർത്ഥിച്ചാൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്യുക, കടലിലാണ്, അല്ലെങ്കിൽ വേറെങ്കിലും യാത്രയാണ്, ഒരിടത്തും ഈശോയുടെ ഒരു ദേവാലയത്തിൽ പോകാൻ പറ്റുന്നില്ല. അവർക്കും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഈ ഈശോയെ ഞാനങ്ങൾ ശരണപ്പെടുന്ന പ്രാർത്ഥിച്ച്, അതായത് എത്രയും നേരത്തെ ഈ 3 കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അവർക്കും പൂർണ്ണ ദണ്ഡവിമോചനം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് 2002 ഡിക്രിയിലാണിത്. അതുപോലെ തന്നെ ഇതൊന്നും സാധ്യമല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ദൈവകരുണയിൽ ശരണപ്പെട്ടേക്ക് പ്രാർത്ഥിക്കുന്ന ആത്മാക്കളുമായിട്ട് ആത്മീയമായിട്ട് ഐക്യപ്പെട്ടാൽ പോലും പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. പക്ഷേ എത്രയും പെട്ടെന്ന് ആ 3 കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കണം. അപ്പോൾ അത്രമാത്രം ഈ ദണ്ഡവിമോചനത്തിന് പോലും ദൈവം വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ ഒരു കൃപയാണ് ഇതിലൂടെ രൂപപ്പെടുന്നത്. ഇതിൽ ഒരു കാര്യം കൂടി ചോദിച്ച് നമുക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു. സാറ് മദ്യപാനികളെ ശുശ്രൂഷിക്കുന്നു, അതായത് അവരെ ആ വിഡ്രോവൽ സിംറ്റംസിൽ നിന്നൊക്കെ വീണ്ടും മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കാനുള്ള മിനിസ്ട്രി എന്നുള്ള രീതിയിൽ ചെറിയ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിൽ ദൈവകരുണയിൽ ആശ്രയിക്കുമ്പോൾ മദ്യപാനികൾക്ക് വിടുതൽ കിട്ടുന്ന എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ശരിക്കും ഈ കൃപകളെ ശരിക്കും മേടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ
ഒരാൾക്ക് ശരണപ്പെടാൻ സാധിക്കണം. ഓക്കെ. പക്ഷേ ആ വ്യക്തിക്ക് ശരണപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ആ ആളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇയാൾക്ക് വേണ്ടി ഈശോയിൽ ശരണപ്പെട്ടാൽ ഈ കൃപകൾ നേടിയെടുത്ത് ഇയാളെ രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷേ പലരും ഞാൻ കാണുമ്പം ഈ മദ്യപാനികളായ ആളുകളുടെ ഭാര്യമാരും കുടുംബാംഗങ്ങളും വളരെയധികം വേദനിച്ച് അവരങ്ങ് മനസ്സ് മടുത്താണ് വരുന്നത്. അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടാണ് പലപ്പോഴും വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മദ്യപാനികളെക്കാളും വിഷമിച്ചാണ് ഡിപ്രസ്ഡാണ് അവർ കുടുംബാംഗങ്ങൾ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ വിചാരിച്ചാൽ ഇയാളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. ഞാനിപ്പോഴും പറയുന്നു, നമുക്കിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും സേഫായിട്ട് നമ്മുടെ മക്കളെയും നമ്മുടെ സ്വന്തക്കാരെയും നമ്മുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാവുന്ന ഏക സുരക്ഷിത കേന്ദ്രം എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയമാണ്. അവിടെ മറയ്ക്കണേ എൻ്റെ ഈശോയെ, എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ സർവ്വതിനെയും ഈശോയുടെ തിരുഹൃദയത്തിൽ മറയ്ക്കണമേ. സാത്താൻ്റെ കണ്ണിൽ പെടരുത്, അത്രയ്ക്ക് മാത്രം തിന്മ വർദ്ധിച്ചിരിക്കുക. അപ്പം ഞാനെപ്പോഴും എടുക്കുന്നൊരു സംരക്ഷണ പ്രാർത്ഥന, ദൈവകരുണയുടെ ഈശോയുടെ തിരുഹൃദയത്തിൽ സംരക്ഷിക്കപ്പെടണേ എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സാറിന് എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും അനുഭവം, എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഞാൻ അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ദൈവകരുണയുടെ ഒരു ആഴങ്ങൾ മനസ്സിലാക്കാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്. നമ്മളിപ്പം ഈ ചില ആഘോഷങ്ങൾ, ചില ആഘോഷങ്ങളിലൊക്കെ ഈ ബിസിനസ്സുകാർ ചില ഓഫർ വെക്കുമല്ലോ, എക്സ്ചേഞ്ച് മേളകൾ പോലെ. അപ്പം അവിടെ നിന്ന് നമ്മൾ ചെയ്യുന്നത്, അവിടെ എക്സ്ചേഞ്ച് മേളയിൽ നമ്മൾ ശരിക്കും നമ്മുടെ പഴയ സാധനങ്ങൾ കൊടുത്ത് പുതിയത് വാങ്ങുന്നത്. ഇതിനകത്ത് ഒരു ദൈവകരുണയുടെ തിരുനാളിനെ നമ്മൾ അങ്ങനെ കാണുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പാപങ്ങളും പാപകടങ്ങളും എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കൊടുത്തിട്ട് നമ്മളൊരു പുതിയ ഹൃദയവും പുതിയ കൃപകളും നമ്മൾ സ്വന്തമാക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സ്ചേഞ്ച് മേളയായിട്ട് കാണാൻ പറ്റും. കാരണം ശരിക്കും പറഞ്ഞാൽ ഡയറി 1455 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവകരുണ നിൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങളെക്കാൾ വളരെ ഉന്നതമാണ്. എൻ്റെ നന്മയുടെ അതിര് കണക്കാക്കാൻ ആർക്ക് കഴിയും? നമ്മൾ പലപ്പോഴും ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിനും കരുണയ്ക്കും പരിധി വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? നമ്മൾ ലിമിറ്റഡ് ആയതുകൊണ്ട് നമ്മുടെ അതെ, ദൈവകരുണയുടെ ആഴങ്ങളിൽ നിൻ്റെ ദുരവസ്ഥകളെല്ലാം അപ്രത്യക്ഷമാകും. നിൻ്റെ നികൃഷ്ടാവസ്ഥയെക്കുറിച്ച് ഇനി എന്നോടൊന്നും പറയണ്ട. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ നികൃഷ്ടാവസ്ഥ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അനുദപിച്ച് ഈശോയുടെ ഹൃദയത്തിലേക്ക് അണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങ് ശരണപ്പെടുക, എനിക്കെല്ലാം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ. എന്നും കണ്ട് പാപത്തിൽ നിലനിൽക്കാനല്ല കേട്ടോ, അത് പലരും തെറ്റിദ്ധരിക്കുന്നു. ദൈവകരുണ എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനോ ഒന്നുമല്ല. നമ്മൾ ഈശോയുടെ വഴിയെ ഈശോടൊപ്പം ജീവിക്കുന്ന ദൈവകരുണയുടെ ആത്മീയത എന്ന് പറയുന്നത്. പിന്നെ നിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും വ്യസനങ്ങളും എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ നീ എനിക്ക് വലിയ ആനന്ദമാണ് നൽകുന്നത്. എൻ്റെ കൃപാവരങ്ങളുടെ നിക്ഷേപങ്ങളാൽ നിന്നെ ഞാൻ നിറയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃപാവരങ്ങളുടെ നിക്ഷേപങ്ങളാൽ. അപ്പം അതാ ഞാൻ പറഞ്ഞു, ഇതൊരു എക്സ്ചേഞ്ച് മേളയാണ്. നമ്മൾ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ പല ബിസിനസ്സുകാർ നടത്തുന്ന എക്സ്ചേഞ്ച് മേള. നമ്മുടെ ദുരിതങ്ങളും പാപകടങ്ങളും എല്ലാം ഈശോയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ ഈ കൃപകൾ സ്വന്തമാക്കുക. ഈശോ വീണ്ടും പറയണേ, എൻ്റെ സ്നേഹവും കരുണയും, ഞാൻ സ്നേഹവും കരുണയും മാത്രമാണ്, ഒരു കഷ്ടതയും എൻ്റെ കരുണയോളം എത്തുകയില്ല, അതിനെ തളർത്തുകയുമില്ല. കാരണം എൻ്റെ കരുണയിൽ പൂർണ്ണമായി ശരണം വയ്ക്കുന്ന ആത്മാക്കൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ, ഞാൻ തന്നെ അവരെ പരിപാലിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലൂക്ക 18:20 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തെ സാധ്യമാണ് എന്നുള്ളൊരു ബോധ്യമുള്ളവർക്ക് ഇത്. പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ദൈവകരുണയെ പിടിച്ച് നിൽക്കും, ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ശരിക്കും കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, തിരിച്ചടയ്ക്കാൻ മേലാതെ. അപ്പം ഈ ലോൺ ഒരു കോടി രൂപ ലോൺ എടുത്തെങ്കിൽ അടയ്ക്കാതെ വരുമ്പം പലിശ കൂടി പ്രിൻസിപ്പൽ എമൗണ്ടിനേക്കാളും കൂടുതൽ പലിശ വന്നു, ഇൻട്രസ്റ്റ് വരും. അപ്പം അങ്ങനെയൊക്കെ അങ്ങ് പരിധി വിട്ട് കഴിയുമ്പം ബാങ്കുകാർ വന്ന് പറയും, നമുക്കൊരു വൺ ടൈം സെറ്റിൽമെൻറ്റ് ചെയ്യാം, ഒറ്റ തീർപ്പ് കടം വീട്ടിൽ എന്ന് പറയും. അപ്പോൾ അവിടെ അവർ പലിശയെല്ലാം ഇളച്ച് തരും. പക്ഷേ അവിടെയും ലാഭം ബാങ്കിനാണ്, കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു അനലജി, ഒരു എക്സാമ്പിൾ ദൈവത്തിൻ്റെ തിരുനാളും പറയാൻ പറ്റും. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവത്തിന് കൊടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ അപ്പം ഞാനിപ്പം കുമ്പസാരിച്ചു, എൻ്റെ നിത്യശിക്ഷ ഇളച്ചു കിട്ടി. പക്ഷേ പാപകടം അവിടെ കിടപ്പുണ്ട്.
പക്ഷേ ഞാനിങ്ങനെ അറിയാതെ നിരന്തരം പല പാപങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ പാപകടം ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കും. ഞാൻ അതനുസരിച്ച് വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നില്ലെങ്കിൽ ഈ പാപകടം അങ്ങ് കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ കൂടെ കുമ്പസാരിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ പാപകടം നമ്മളല്ലാതെ വീട്ടണം. അതെ അതെ. നമ്മുടെ വിശദീകരണം, നമ്മുടെ നല്ല കുർബാനയിലൂടെയും കുർബാന സ്വീകരണത്തിലൂടെയും നമ്മുടെ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിച്ചും ഒക്കെ അങ്ങനെ നമ്മൾ ത്യാഗം എടുത്ത് ചെയ്യണം. പക്ഷേ പലപ്പോഴും നമുക്ക് സാധിച്ചെന്ന് വരില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പം നമ്മളറിയാതെ തന്നെ ഈ പാവകടം കുന്നുകൂടും. അപ്പോൾ ഈ ദൈവകരുണയുടെ തിരുനാൾ ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റാണ്. നമ്മുടെ എല്ലാ പാപകടവും ഒരു ദിവസം കൊണ്ട്, ഒറ്റ ദിവസം കൊണ്ട് നേടിവരുന്നു. ഈശോ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബൈബിളിൽ ഒരു പഴയ നിയമത്തിലാണെന്ന് തോന്നുന്നു ഒരു വചനം പറയുന്നില്ലേ, ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ജനത്തിൻ്റെ പാപം തുടച്ചു മാറ്റുന്നൊക്കെ ഒരു ബൈബിൾ വചനം പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഇതിന് സമാനമായ ഒരു 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 തിരുനാളുണ്ട്, പാപപരിഹാര ദിനം, യോം കിപ്പൂർ എന്ന് പറയും. ഓക്കെ. പാപപരിഹാര ദിനം ലേവ്യരുടെ പുസ്തകത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന് ഒരു പാപപരിഹാര ദിനം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ശരിക്കും അന്ന് ഈ എല്ലാ ഇതും ഉണ്ടായിരുന്നു, പാപപരിഹാര ബലികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു ദിവസം ഒരു പാപപരിഹാര ബലിയായിട്ട് ദൈവം ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് സമാനമായ അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുനാളിൻ്റെ ഒരു നിഴലായിട്ട് വേണേൽ അതിനെ കാണാം. ഓക്കെ. ഒരു പാപപരിഹാരം നമുക്ക് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ദിവസം നമുക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ പാപപരിഹാര ദിനം നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. പിന്നെ ഈ തിരുനാളിന് എങ്ങനെ ഒരുങ്ങണമെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് ഒരുങ്ങേണ്ടത് ശരിക്കും 50 നോയമ്പ് തൊട്ട് ഒരു നോയമ്പൊക്കെ നോക്കി നമ്മുടെ പാപകടങ്ങളൊക്കെ വീട്ടാൻ ഒരുങ്ങിക്കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ നോയമ്പ് നോക്കുമ്പോൾ തന്നെ ഈ തിരുനാളിനെ സ്വപ്നം കാണണം. ഈസ്റ്ററിൻ്റെ തിരുനാളിനെയും ദുഃഖവെള്ളിയും ഈസ്റ്ററിൻ്റെ തിരുനാളും ദൈവത്തിൻ്റെ തിരുനാളിനെയും നമ്മൾ 3 സ്വപ്നം കാണണം. എന്നിട്ട് അതിനുവേണ്ടി ഒരുങ്ങണം. അപ്പോൾ എന്നിട്ട് ഈ നോയമ്പ് തീരാറാകുമ്പോഴാണല്ലോ ദുഃഖവെള്ളി ആഴ്ച തൊട്ട് ദൈവത്തിൻ്റെ നൊവേന, ഒരുക്കമായിട്ടുള്ള നൊവേന ചെല്ലണം, നവനാൾ നൊവേന. അപ്പം ദുഃഖവെള്ളി തൊട്ട് നൊവേന ചൊല്ലി എല്ലാ ആത്മാക്കളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയെന്ന്. അതുപോലെ തന്നെ നല്ലൊരു കുമ്പസാരം നടത്തി, നല്ല ഒരുങ്ങിയൊരു കുമ്പസാരം നടത്തണം. കുമ്പസാരം നടത്തി പൂർണ്ണ പാപമോചനം നേടി അന്നേ ദിവസം പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രസാദപര അവസ്ഥയിൽ പൂർണ്ണ ദണ്ഡോമോചനം ലഭിക്കാൻ വേണ്ടി മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി ഒരു സ്വർഗസ്നായ പിതാവേ, ഒരു നന്മ പറഞ്ഞോർമേ കൃത്യസ്ഥിതി ചൊല്ലി കാഴ്ചവെക്കുക. ഈശോയുടെ ഛായാചിത്രം വണങ്ങി നമ്മൾ ഈശോയെ ഞാനിങ്ങനെ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞ് ആരാധിക്കുക. അപ്പം പ്രസാദപരത്തിൻ്റെ വൻകടൽ അവിടെ ഒഴുക്കപ്പെടും. അതുപോലെ തന്നെ ആ ദിവസത്തിൻ്റെ പേരിൽ പ്രസാദപരത്തിൻ്റെ ഫ്ലഡ് ഗേറ്റ്സ് എല്ലാം തുറക്കപ്പെടും. നന്നായിട്ട് കുമ്പസാരിക്കുമ്പം അവിടെയും പൂർണ്ണ പാപമോചനവും പാപകടവും വിട്ടുപോയി. പിന്നെ പൂർണ്ണ ദണ്ഡോമോചനം വഴി നമുക്ക് പിന്നെയും പാപകടം എല്ലാം വിട്ടും. നമുക്ക് ഫുൾ പ്രൂഫായിട്ട് നമ്മുടെ പാപകടം എല്ലാം വീട്ടപ്പെടാനുള്ള സകല സംഗതികളും ഈശോ ഒരുക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഏറ്റവും മറന്നു പോകുന്നൊരു സംഗതി, ഈ തിരുനാളിന് ഒരുങ്ങുമ്പം നമ്മൾ ദൈവകരുണ നേടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മൾ മറ്റുള്ളവരോട് കരുണ പ്രകടിപ്പിക്കുക എന്നുള്ളത്. അത് വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, പ്രാർത്ഥനയിലൂടെ. പ്രത്യേകിച്ച് ആത്മീയമായ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മരണമടഞ്ഞ പൂർവിക ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അതൊക്കെ തൊടുപുഴയിൽ ദൈവകരുണയുടെ മാതാവ് വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ പൂർവികർക്ക് വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. കാരണം വെച്ചാൽ അതൊരു വലിയ ഒരു ശുശ്രൂഷയാണ്, ഈ കരുണയുടെ ശുശ്രൂഷ അത്. അപ്പോൾ അതിലൂടെ നമുക്ക് ഒത്തിരി പാപകടങ്ങൾ നമുക്ക് അങ്ങനെ വരാവുന്ന പാപകടങ്ങൾ, ഒത്തിരി പീഡങ്ങളൊക്കെ ഉണ്ടാവും നമ്മളറിയാതെ തന്നെ. അപ്പോൾ നമ്മളത് വീട്ടുമ്പോൾ നമുക്ക് ഒത്തിരി സഹനങ്ങളുടെ വിടുതൽ കിട്ടാറുണ്ട്. ഒത്തിരി ആളുകൾ അതിനകത്ത് സാക്ഷ്യപ്പെടുത്തിയായിട്ട് എനിക്കറിയാം. നമ്മൾ ഈ 4 എപ്പിസോഡിലൂടെയും കണ്ടത്, ചർച്ച ചെയ്തത്, മനസ്സിലാക്കിയത് ദൈവകരുണയുടെ ആഴങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണ്. ദൈവത്തിൻ്റെ കരുണയിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ഈ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും അതുതന്നെയാണ് യാഥാർത്ഥ്യം. ദൈവകരുണയുടെ നാളുകളിലേക്കുള്ള അടുത്ത ഒരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഈ 4 എപ്പിസോഡുകളും ചർച്ച ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ ചൂണ്ടിക്കാണിച്ച വളരെ പ്രാധാന്യമേറിയ ഒരു സംഗതിയാണ്, എൻ്റെ നന്മയുടെ അതിര് കണക്കാക്കുവാൻ ആർക്ക് സാധിക്കും. ദൈവകരുണയുടെ ആഴങ്ങളിലേക്ക് എത്തി നോക്കുമ്പോൾ നമ്മളുടെ ഈ ലോകത്തിൻ്റെ ദുരവസ്ഥകളെല്ലാം അപ്രത്യക്ഷമാകും. നമ്മളുടെ നികൃഷ്ടാവസ്ഥയെക്കുറിച്ച്
ഇനിയൊന്നും നമ്മൾ ദൈവത്തോട് പറയേണ്ട ആവശ്യമില്ല. നിൻ്റെ കഷ്ടപ്പാടുകളും വ്യസനങ്ങളും എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ നീ എനിക്ക് വലിയ ആനന്ദമാണ് പ്രദാനം ചെയ്യുന്നത്. ഇത് ഫൗസ്റ്റീനയ്ക്ക് ഈശോ കൊടുത്ത വാഗ്ദാനമാണ്, ഈശോ പറഞ്ഞതാണ്. ഇത് ഫൗസ്റ്റീനയ്ക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും. ദൈവകരുണയുടെ ആഴങ്ങളെ സ്പർശിക്കുവാനും അത് അടുത്തറിഞ്ഞ് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാനും കൃപാവരങ്ങൾ സമ്പാദിക്കുവാനും ആദിമ മനുഷ്യൻ ലഭിച്ച അതിസ്വാഭാവിക കൃപകൾ ലഭിക്കുവാനും അതുവഴി ദൈവത്തിങ്കിലേക്ക് നിത്യസ്വർഗത്തിലേക്ക് നമ്മുടെ പൗരത്വമുള്ള സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.